ഹലോ, ഇന്ന് നമുക്കൊരു ഉച്ചയൂണ് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. ആരും നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതാക്കി നുറുക്കി വയ്ക്കുക. അതിലേക്ക് നമുക്ക് ഞാൻ സവോളയെല്ലാം ഉണ്ടാക്കുക കേട്ടോ. വെറുതെ കടുക് മുളകുമ്പോൾ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ സവോളയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ സവോള നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ നീളത്തിലാണ് അരിയുക കേട്ടോ. നീളത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുന്നേ നമ്മളൊരു ഉച്ചയൂണ് ഉണ്ടാക്കിയില്ലേ, എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി വേണം. ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും കൂടി കേട്ടോ. അതിനുശേഷം പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറിയ ശേഷം നമ്മൾ സവോള ചേർത്ത് കൊടുക്കുക. ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ്. സവോള നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട. ഇന്ന് നമ്മൾ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പുളിങ്ങെടുത്തിട്ട് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വയ്ക്കാം. നമ്മുടെ ഉപ്പേരി റെഡിയായി. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടോ. ഇനി നമുക്ക് രസം ഉണ്ടാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുരുമുളക്, ചെറിയ ജീരകം, മല്ലി അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ശേഷം പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം നമ്മുടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു തക്കാളി ചേർത്ത് കൊടുത്ത് ശേഷം പുളിങ്ങ പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം ആവശ്യത്തിന് നമുക്ക് രസത്തിന് എത്രയാണോ വെള്ളം വേണ്ടത് ആ വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെള്ളം ചേർക്കരുത്. പാകത്തിന് ഉപ്പും ഒരു കഷ്ണം കായവും കറിവേപ്പിലയും ചേർത്ത് രസം നന്നായിട്ട് തിളച്ചോട്ടെ. ശേഷം നമുക്ക് ഒരു പപ്പടം കൂടിയും കാച്ചാലോ. അപ്പോൾ നമുക്ക് കുറച്ച് പപ്പടം കൂടിയും കാച്ചാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്കത് വറക്കാം. കറി വെക്കേണ്ട, രസം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കറി വെക്കേണ്ട. മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് നന്നായിട്ട് കുഞ്ഞമത്തി നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം നന്നായിട്ട് 1-2-3 തവണയൊക്കെ നന്നായിട്ട് കഴുകി എടുക്കുക. അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇത് മൊത്തം ഒന്നും വറക്കില്ല കേട്ടോ. കുറച്ച് ഞാൻ എടുത്തു വയ്ക്കും, മൊത്തമൊന്നും വറക്കില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഞാൻ പറഞ്ഞു മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കിട്ടും കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ പെട്ടെന്ന് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്നാവും. ശേഷം നമുക്ക് ഇതേപോലെ പാൻ ചൂടാക്കിയിട്ട് നമ്മുടെ കുഞ്ഞമത്തി നന്നായിട്ട് മൊരിച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞമത്തി കുറച്ച് കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞമത്തി വറുക്കുമ്പോൾ ഒരു മണം കിട്ടിയ വീട് മൊത്തം അതില്ലാതെയാവും കേട്ടോ. ശേഷം നമുക്ക് ചോറൊക്കെ റെഡി ആയിരിക്കും. ചോറ് തിളപ്പിച്ചു. അതുപോലെ നമുക്ക് സ്ട്രെയിനറിൽ വെച്ച് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. നല്ല കുത്തരിച്ചോറ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മാങ്ങച്ചാർ ഉണ്ടാക്കിയാലോ. ഇൻസ്റ്റൻറ്റ് പോലെ അപ്പോഴേക്കപ്പോഴേ കഴിക്കാൻ പറ്റുന്ന മാങ്ങച്ചാറാട്ടോ. കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് തിരുമ്പി വയ്ക്കുക. നമ്മുടെ മാങ്ങച്ചാർ റെഡി. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിരിക്കുന്നു. കുത്തരിച്ചോറും നല്ല അടിപൊളി കുരുമുളക് രസം, വെണ്ടക്കായ ഉപ്പേരിയുണ്ട്. അതുപോലെ നമ്മൾ കുഞ്ഞമത്തി വറുത്തതുകൊണ്ട് നമ്മുടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടൊരു ഉച്ചയൂണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.